കണ്ടില്ലേ ഡോക്ടർ, ഒരു സെക്കൻഡ് ഇവൻ അടങ്ങിയിരിക്കില്ല. അതിനോ ഞാൻ പറഞ്ഞില്ലേ നിന്റെ അടുത്ത്? ഒരു വാക്ക് പറഞ്ഞാലും കേൾക്കില്ല. ഏത് നേരവും ചാട്ടവും ഓട്ടവും ബഹളമാണ്. ഡോക്ടർ, ഇവൻ പഠിക്കാൻ നല്ല കുട്ടിയായിരുന്നു. ഇപ്പൊ ഇവന്റെ ബുക്ക് കാണുന്നത് പോലെ അലർജിയാണ്. ഞങ്ങൾ എന്തെങ്കിലും ശാസിക്കുകയാണെങ്കിൽ അവൻ അതിലൊന്നും ഒരു പേടിയില്ല. ഡെയിലി സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സിന് ഇവനെ കുറിച്ച് പരാതി മാത്രമേ ഉള്ളൂ. അവിടെ കുട്ടികളെ ഉപദ്രവിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് സത്യത്തെ എന്ത് ചെയ്യണം എന്ന് അറിയില്ല. ആട്ടെ, നിങ്ങൾക്ക് എത്ര മക്കളാ? ഞങ്ങൾക്ക് 2 പേരാ. ഇവൻ മൂത്തതാ. ഇവന്റെ ഇളയത് ഒരു പെൺകുട്ടിയാ, 1ാം സ്റ്റാൻഡേർഡില. ആ കൊച്ചിനെ വെറുതെ വിടില്ല. കൈ കിട്ടുന്ന ടോയ്സ് ഒക്കെ എടുത്ത് അതിനെ വലിച്ചെറിയ. ഒരു സമയം അടങ്ങിയിരിക്കാൻ പറ്റില്ല. ചാട്ടവും ഓട്ടവും തന്നെയാണ്. നിന്റെ അടുത്തല്ലടാ പറഞ്ഞ മിണ്ടാതിരിക്കാൻ. കുട്ടി അടിക്കല്ലേ. ആദ്യം വാ, പെൻ വേണം. അച്ഛനമ്മ ഒന്ന് പുറത്തിരിക്കും. ഞാൻ ആദ്യമായിട്ടും സംസാരിക്കില്ല. ആദിക്ക് പേന ഇഷ്ടമാണോ? എന്താ ആദ്യയുടെ ഫുൾ നെയിം? ആദി പി സജീവ്. ഓ, നല്ല പേരാണല്ലോ. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 4th. ആദിക്ക് പേന എന്തിനാ? എനിക്ക് പടം വരയ്ക്കാൻ. ആദ്യ പടം വരയ്ക്കോ? മിടുക്കൻ. ഞാനൊരു പേപ്പർ തരാം കേട്ടോ. നോക്കൂ, അങ്കിളിനൊന്ന് പടം വരച്ച് കാണിക്കോ? ആദ്യം എന്താ വരയ്ക്കുന്നേ? ഓ, വെരി ഗുഡ്, മിടുക്കൻ. നമുക്കിനി ആൽഫബറ്റ്സ് വരച്ചാലോ? ആദ്യം എന്തിനാ കുത്തി വരച്ച്? എനിക്ക് പഠിക്കാൻ ഇഷ്ടമല്ല. ഓ, വേണ്ട 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 വേണ്ട. ആദ്യക്ക് പഠിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ പഠിക്കണ്ട. നമുക്ക് വേറെ എന്തെങ്കിലും സംസാരിച്ചാലോ? സംസാരിക്കാം. മോനെ കാർട്ടൂൺ ഇഷ്ടമാണ്. ഏത് കാർട്ടൂൺ ഇഷ്ടം? അച്ഛനും അമ്മയും എന്നെ കാർട്ടൂൺ കാണാൻ സമ്മതിക്കില്ല. ഓ, ആണോ? പിന്നെ എന്തൊക്കെയാ മോൻ ഇഷ്ടം? എനിക്ക് ഫുട്ബോൾ കളിക്കാൻ ഇഷ്ടം. ഫുട്ബോൾ കളിക്കാൻ അറിയാമോ? എന്റെ സ്കൂളില് എന്റെ ടീച്ചർ സെലക്ട് ചെയ്തതാ എന്റെ ടീമിന്റെ കൂടെ. പക്ഷെ അച്ഛൻ സമ്മതിച്ചില്ല. കളിച്ചാൻ പഠിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ആ, അതൊക്കെ പോട്ടെ. ഈ ഡോക്ടർ അങ്കിൾ ചോദിച്ച ആദ്യം സത്യം പറയൂ. സത്യം. സത്യം. ആദ്യം അച്ഛൻ എന്തിനാ തല്ലും? അച്ഛനും അമ്മയും തല്ലും. അത് ആദ്യം കുരുത്തക്കേട് കാണിച്ചിട്ടല്ലേ? ആദ്യം കുരുത്തക്കേട് കാണിച്ചാലും കാണിച്ചില്ലെങ്കിലും അവര് തല്ലും. അയ്യോ, എന്തെങ്കിലും വില തരുന്നുണ്ടോ? നിങ്ങൾ സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കും, അതങ്ങ് നടപ്പിലാക്കും. ഭാര്യ എന്ന ഒരു പരിഗണന പോലും ഇല്ല. അറ്റ്ലീസ്റ്റ് ഒരു ജോലിക്കാരുടെ സ്ഥാനമെങ്കിലും തരണം. നീ എവിടെയാണ് ഈ ചാടിക്കൊണ്ട് പോണത്? എന്റെ പെങ്ങൾക്ക് ഒരു ആവശ്യം വന്നപ്പോ എന്റെ അക്കൗണ്ടിൽ നിന്ന് ഞാൻ കുറച്ച് പൈസ കൊടുത്ത്. അത് നിന്റെ അടുത്ത് ചോദിക്കേണ്ട ആവശ്യം തോന്നുന്നു. ഓ, എന്റെ സഹോദരനൊരു ആവശ്യം വന്നിട്ട് കഴിഞ്ഞ ആഴ്ച 10,000 രൂപ വെച്ചപ്പോ നിങ്ങളുടെ കയ്യിൽ എടുക്കാനുണ്ടായിരുന്നില്ലല്ലോ. സൗകര്യമല്ലേ കൊടുക്കാൻ? അത് തന്നെ കാര്യം. അതാണ്, നിങ്ങൾക്ക് സൗകര്യമില്ല. എന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്നിനും നിങ്ങൾക്ക് സൗകര്യമില്ല. എന്റെ സഹോദരൻ ഒരു 10,000 രൂപ അത് കടമായിട്ടാ ചോദിച്ചത്. അപ്പൊ ഇല്ലാത്ത പൈസ ഇപ്പൊ നിങ്ങൾക്ക് പൊട്ടി പുറപ്പെട്ടു വന്നു. എന്നാലേ ഇതും കൂടെ അറിഞ്ഞോ? നിന്റെ സഹോദരന്റെ ആവശ്യത്തിന് പറഞ്ഞ് എന്റെ കയ്യിൽ നിന്ന് ഒരു ചില്ലി പൈസ കിട്ടൂല. നീ കൊണ്ടുപോയി കേസ് കൊടു. അല്ലെങ്കിൽ എനിക്കറിയാം എന്റെ വീട്ടുകാർക്ക് വേണ്ടി നിങ്ങൾക്ക് ഒരു പൈസ ഉണ്ടാവില്ല. അമ്മ, എനിക്ക് വിശക്കുന്നു. പഠിക്കാനിരിക്കുമ്പോ എന്തൊക്കെ വിശക്കോളാ? മര്യാദയ്ക്ക് വായിക്കാം അങ്ങോട്ട്. എനിക്ക് വിശക്കുന്നു. എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. മര്യാദയ്ക്ക് വായിക്കും. ശബ്ദം കേട്ടു വരുന്നൂടെ? ഇനി ഇവിടുന്ന് എന്തെങ്കിലും ഒച്ച കേട്ടാ ഞാൻ ബാക്കി വന്ന് പിന്നെ തരും. ചേട്ടന് വേണിച്ചോ? അച്ഛാ, എന്താ?
ഇങ്ങോട്ട് ഓടാ. നിന്റെ അടുത്ത് എത്ര തവണ പറഞ്ഞിട്ടുണ്ടോ അവളെ അടിക്കണ്ടെന്ന്? ഒത്തിരി പറഞ്ഞിട്ടുണ്ടാ? നിനക്ക് എന്താ മനസ്സിലാവാത്തത്? എത്ര പറഞ്ഞിട്ടുണ്ട്? അപ്പോ ആദിക്ക് വേദുവിന് ഇഷ്ടമല്ലേ? ഇഷ്ടമൊക്കെയാണ്, പക്ഷെ അവള് കാരണം എനിക്ക് അടി കിട്ടുന്ന. വേദു ആദിയുടെ കുഞ്ഞനിയത്തിയല്ലേ? അപ്പൊ ആദിയല്ലേ വേദുവിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത്? എനിക്ക് ഭയങ്കര ശക്തിയാ, ഞാൻ വേദുവിനെ പ്രൊട്ടക്ട് ചെയ്യും. എനിക്ക് ഒരാളെ ഇടിച്ചിടാൻ ശക്തിയുണ്ട്. ഓ ശക്തിമാൻ. പക്ഷേ എന്തിനീ കൂട്ടുകാരെയൊക്കെ ഉപദ്രവിക്കുന്നത്? അവരെന്നെ ഇറിറ്റേറ്റ് ചെയ്യുമ്പോ എനിക്ക് ദേഷ്യം വരും. അവർ ഇറിറ്റേറ്റ് ചെയ്യൂ. അതിനെന്തിനാ കുട്ടികളൊക്കെ അടിക്കുന്നേ? നമുക്ക് അവരെയൊക്കെ അടിക്കാനുള്ള റൈറ്റ്സ് ഉണ്ടോ? അതൊക്കെ തെറ്റല്ലേ? അപ്പൊ അച്ഛനും അമ്മയും എന്നെ അടിക്കുന്നതോ? അത് തെറ്റല്ലേ? അത് ആദ്യം നല്ല കുട്ടിയാവാൻ വേണ്ടിട്ടല്ലേ? അതല്ല, അവർക്ക് എന്നെ ഇഷ്ടമല്ല. ഇന്ന് നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. ഇന്നെങ്കിലും നിങ്ങൾക്ക് കുടിക്കാതെ വന്നുകൂടായിരുന്നോ? അവിടെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറി. നിന്നെ എന്ന് എന്റെ തലയിൽ കെട്ടി വെച്ചോ അന്ന് തുടങ്ങിയതാണ് എന്റെ ദുരിതം. ഓ പിന്നെ നിങ്ങളെ കെട്ടിയതിനു ശേഷം എനിക്ക് രാജയോഗമാണല്ലോ. അന്ന് തുടങ്ങി എന്റെ കഷ്ടകാലം. പോടി. അമ്മ, അച്ഛൻ ഇത് കണ്ടോ? എനിക്ക് ലൈറ്റ് മ്യൂസിക്കിന് ഫസ്റ്റ് കിട്ടിയതാ. ലൈറ്റ് മ്യൂസിക് പഠിക്കേണ്ട സമയത്ത് പഠിക്കാതെ പാട്ട് മൂത്ത് വെച്ച് നടക്കാം. കലാവാസന ഇല്ലാത്തവളെ, നീ അവന്റെ കൂടെ ഇത് കളയോ? നീയേ ഇങ്ങനെ ആയിപ്പോയി, അവനെ കൂടെ അങ്ങനെ ആക്കാതെ. ഓ കലാവാസനെ പൊക്കി പിടിച്ചിട്ടിരുന്നാ മതി. പാട്ട് പാട്. ബൈ കുച്ചാണ്ടി പാണം കത്തണുമാ വഴല പൊട്ടിച്ച് പാപ്പുണ്ടാക്കണമാ വയറ് കത്താളി എന്റെ കൊടല് കത്തണ. അച്ഛാ അച്ഛാ അച്ഛാ, ഞാൻ നോയിക്കൊണ്ടിരിക്കണില്ലേ? കൊണ്ടുപോ. അവന്റെ ഒരു പാട്ട് വായിച്ചോണ്ടിരിക്കല്ലേ? മോനെ, നമ്മുടെ പാർക്കിലൊന്ന് പോയി കളിക്കുവോ? മോന്റെ സിസ്റ്റർ അവിടെ ഉണ്ട്. ഇപ്പൊ വിളിക്കാം. എന്താ? ഓക്കെ. വരൂ വരൂ, ഇരിക്കൂ. അവൻ എന്താ ഡോക്ടർ പറഞ്ഞു? ഡോക്ടർ, ഇനി അവൻ നന്നായില്ലെങ്കിൽ ഞാൻ വല്ല ദുർഗുണ പരിഹാര പാഠശാലയിലും കൊണ്ടാക്കും. ഏയ്, നിങ്ങൾ രണ്ടും ഒന്ന് റിലാക്സ് ചെയ്യൂ. ആദിക്കൊരു കുഴപ്പമില്ല. ഹീസ് പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. പിന്നെ നിങ്ങൾ രണ്ടുപേരുടെ മോശം പേരന്റിങ് കൊണ്ട് അവൻ ചില കുരുത്തക്കേടുകളൊക്കെ കാണിക്കുന്നു. ഞങ്ങളുടെ മോശം പാരന്റിങ് ഒന്നോ? ഈ മനുഷ്യൻ കഷ്ടപ്പെടുന്ന പൈസ മുഴുവൻ അവർക്ക് വേണ്ടിയിട്ടാ ചെലവാക്കുന്നത്. ഡോക്ടർ, അവ ആവശ്യപ്പെടുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. ഒന്നിനും ഒരു കുറവും വരുത്തിയിട്ടില്ല. അതല്ലാന്നൊന്നും അവൻ പറഞ്ഞിട്ടില്ല. പിന്നെ നിങ്ങൾ രണ്ടുപേരുടെയും വഴക്കിനിടയ്ക്ക് അവനെ ശ്രദ്ധിക്കാൻ പറഞ്ഞു. കൊച്ചു കൊച്ചു സന്തോഷങ്ങളും സങ്കടങ്ങളും നിങ്ങൾ മനസ്സിലാക്കിയില്ല. അതാണ് പ്രശ്നം. ഡോക്ടർ, ഞാൻ രാവിലെ ജോലിക്ക് പോയാൽ പിന്നെ വൈകുന്നേരം എത്തുന്നത്. എനിക്ക് അവന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഇവൾ അങ്ങനെയല്ല, ഫുൾ ടൈം വീട്ടിലുണ്ട്. ഇവക്ക് എന്താ ഒന്ന് ശ്രദ്ധിച്ചാ? ഓ ഇപ്പൊ കുറ്റം എന്റേതായോ? ഡോക്ടർ രാവിലെ ഓഫീസിൽ എന്ന് പറഞ്ഞു പോയിട്ട് വൈകുന്നേരം മദ്യപിച്ചാണ് വരുന്നത്. അതിനിടയ്ക്ക് ഞാൻ ഇവിടെ ചെയ്യാൻ പറ്റുന്ന എല്ലാ ജോലികളും ചെയ്ത് കുട്ടികൾക്ക് ഭക്ഷണവും കൊടുത്ത് ഇതിൽ കൂടുതൽ ഞാൻ എന്താ ചെയ്യണ്ടേ? ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ രണ്ടുപേരും അവനെ തല്ലാറുണ്ടോ? ഇങ്ങേര് നല്ലോണം തല്ലാറുണ്ട്. ഡോക്ടർ, അവൻ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചാൽ ഞാൻ രണ്ട് കൊടുക്കാറുണ്ട്. പക്ഷെ ഞാൻ വടി വെച്ചാ കൊടുക്കാറ്. ഇവള് അങ്ങനെയല്ല, കൈ കിട്ടുന്ന എന്താന്ന് വെച്ചെടുത്ത് അങ്ങ് അടിക്കുക. അങ്ങനെയല്ല ഡോക്ടർ, ഞാൻ അവനെ കൈവച്ച് അടിക്കാറുണ്ട്.
പക്ഷെ അതവന് വേദിക്കാറ് പോലും ഇല്ല. അവൻ കരയുന്ന പോലും ഇല്ല. അവൻ കരയാത്തത് വേദനിക്കാത്തത് കൊണ്ടല്ല, നിങ്ങൾ രണ്ടുപേരും കൂടി വഴക്ക് കൂടിയിട്ട് ആ കുട്ടിയുടെ മാനസികാവസ്ഥ തന്നെ തെറ്റിയിരിക്കുകയാണ്. മൊത്തം മരവിച്ച അവസ്ഥയാണ്. അതാണ് അവൻ കരയാത്തത്. ഈ ഫ്രസ്ട്രേഷൻ മുഴുവൻ തീർക്കുന്നത് വേദുവിൻ്റെ അടുത്തും കൂട്ടുകാരുടെ അടുത്തുമാണ്. വല്ലാത്തൊരു മെന്റൽ സ്ട്രെസ്സാണ് അവന്. വളരെയധികം ശ്രദ്ധിക്കണം. ഇനി വൈകിയാൽ എനിക്കൊന്നും പറയാൻ പറ്റില്ല, പിടിച്ച കിട്ടില്ല. ഞാൻ പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട് ഡോക്ടർ. ഡോക്ടർ പറഞ്ഞത് ശരിയാണ്. ഞാനും ഇവളും വഴക്കൂടുമ്പോഴത്തേക്കും അതിനുശേഷം ഒരിക്കൽ അവൻ എന്തെങ്കിലും വന്ന് എന്നോട് പറയുന്നത്, ഇവളോടുള്ള ദേഷ്യം കാരണം അത് ഞാൻ അവൻ്റെ അടുത്താണ് തീർക്കുന്നത്. അത് ശരിയാണോ? അല്ല. ഞാനും അപ്പോഴത്തെ ഒരു ദേഷ്യത്തിന് അവന് അടിച്ചിട്ടും നുള്ളിയിട്ടൊക്കെ ഉണ്ട്. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിന് പാവം ആദ്യമല്ലേ തല്ലുകൊള്ളുന്നു. ഇതവനെ എത്രത്തോളം ബാധിച്ചിട്ടുണ്ടെന്നറിയാം. ഇപ്പോഴെങ്കിലും നിങ്ങൾ എൻ്റെ അടുത്ത് കൊണ്ടുവന്നത് നന്നായി. ഇങ്ങനെയുള്ള കുട്ടികളാണ് ഭാവിയിൽ ക്രിമിനൽസായി മാറുന്നത്. ഡോക്ടർ, ഞങ്ങൾക്ക് ഇങ്ങനെയൊന്നും ചിന്തിക്കാനുള്ള വിവരം പോലും ഇല്ല. ഇതൊന്നും പറഞ്ഞു തരാൻ പോലും ആരുമില്ല. അവനെ ഒന്ന് പഴയതുപോലെ ആക്കാൻ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് ഡോക്ടർ? അവനെ മാറ്റിയെടുക്കാൻ പറ്റും. അതിന് ഞാൻ മാത്രം വിചാരിച്ചാൽ പറ്റില്ല, നിങ്ങളോട് വിചാരിക്കണം. എന്താ, റെഡിയാണോ? ഡോക്ടർ, ഞങ്ങൾ റെഡിയാണ്. കാര്യം ഇവളുമായിട്ട് ഞാൻ വഴക്കുണ്ടാക്കുമെങ്കിലും ഇവളും കുട്ടികളും കഴിഞ്ഞ് എനിക്ക് ഈ ലോകത്ത് മറ്റാരും ഉള്ളൂ. എന്നാൽ ഞാൻ പറഞ്ഞ ഒരു കാര്യം കേൾക്കൂ. അറിയോ ഡോക്ടർ? ആദ്യം മദ്യപാനം നിർത്തുക. കുട്ടികളുമായി സമയം സ്പെൻഡ് ചെയ്യണം. അവരോട് കൂട്ടുകാരെ പോലെ പെരുമാറും. അതല്ലേ അവർക്ക് വേണ്ടത്. ഇപ്പോഴത്തെ മെന്റൽ ഹെൽത്തിന് വളരെ അത്യാവശ്യമാണ്. ഇങ്ങനത്തെ നശിച്ച കൊടി കാരണം വീട്ടിൽ ഒരു സമാധാനം ഇല്ല ഡോക്ടർ. നിങ്ങൾ പരസ്പരം പഴിചാരാതിരിക്കുക. സമാധാനമായ അന്തരീക്ഷത്തിൽ വേണം കുട്ടികൾ വളരാൻ. കുട്ടികളെ വളർത്തിയെടുക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. നമ്മൾ എപ്പോഴും ചെയ്യുന്നത് അവരുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും സന്തോഷങ്ങളും ഒന്നും മനസ്സിലാക്കാതെ നമ്മുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും അവരെ അടിച്ചേൽപ്പിക്കുകയാണ്. തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന മാതിരി. അത് ശരിയാണോ? ഇതിന്റെ പ്രഷർ താങ്ങാൻ വയ്യാതെയാണ് അവരുടെ മാനസിക നില തന്നെ താഴ്ന്നിരുന്നത്. ഞങ്ങൾ ഇനി ശ്രദ്ധിച്ചോളാം ഡോക്ടർ. ശ്രദ്ധിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമായില്ല. സത്യത്തിൽ നിങ്ങളായിരുന്നു ആദ്യം ഡോക്ടറെ കാണുന്നത്. നിങ്ങളുടെ മനസ്സിലുള്ള ചൈൽഡ്ഹുഡ് ട്രോമ ഇപ്പോഴും നിങ്ങളെ ഹണ്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ചൈൽഡ് ട്രോമ മനസ്സിൽ കിടക്കുന്നിടത്തോളം കാലം നിങ്ങൾക്കൊരു നല്ല പേരന്റ് ആവാൻ കഴിയില്ല. മനസ്സിലാവുന്നുണ്ടോ? ഡോക്ടർ പറഞ്ഞ സത്യം. എൻ്റെ കുട്ടിക്കാലത്തും ഇതുപോലൊരു ചൈൽഡ് ട്രോമ എനിക്കുണ്ടായിരുന്നു. എൻ്റെ അച്ഛൻ എന്നെ സ്നേഹത്തോടൊന്ന് മോനെന്ന് വിളിക്കണം ഒരു ഓർമ്മ പോലും എനിക്കില്ല. എപ്പോഴും ദേഷ്യത്തോട് മാത്രമേ എൻ്റെ അടുത്ത് പെരുമാറിയിട്ടുള്ളൂ. ചിലപ്പോൾ അത് കണ്ട് വളർന്നുകൊണ്ടായിരിക്കാം ഞാനും എൻ്റെ മോനോട് ഇങ്ങനെ പെരുമാറുന്നത്. കുട്ടികളെന്നത് ഒരു ഉത്തരവാദിത്തമാണ്. അവർ കളിമണ്ണ് പോലെയാണ്. നമ്മൾ എങ്ങനെയാണോ വാർത്തെടുക്കുന്നത് അതുപോലെ ആയിരിക്കും ആ രൂപം നിർമ്മിക്കപ്പെടുന്നത്. ആദി, കരുവാ. പാർക്കിലൊക്കെ കളിച്ചോ? പാർക്കൊക്കെ ഇഷ്ടപ്പെട്ടോ? എടുക്കാൻ. പിന്നെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ആദിയുടെ അംബീഷൻ എന്താണ്? നിങ്ങൾക്ക് വല്ല നിശ്ചയമുണ്ടോ? എനിക്ക് അവനൊരു ഡോക്ടർ ആക്കണം എന്നാണ്. അത് ശരി. ഡോക്ടർ, എനിക്ക് ഇവനൊരു IAS IPS ആവണമെന്നാണ്. കൊച്ചിലെ എനിക്കതിനുള്ള സാഹചര്യം കിട്ടിയിട്ടില്ല. പക്ഷെ എനിക്ക് കിട്ടാത്ത സാഹചര്യങ്ങളൊക്കെ ഞാൻ ഇവനെ ഒരുക്കി കൊടുക്കും. എനിക്കിവനെ അങ്ങനെ കാണാനാണ് ഇഷ്ടം. ഒരാൾക്ക് കളക്ടർ, ഒരാൾക്ക് ഡോക്ടർ. നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ ആഗ്രഹങ്ങളല്ലേ പറഞ്ഞു. അവന്റെ ആഗ്രഹം എന്താണെന്ന് ഇതുവരെ ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. അതിനവൻ ചെറിയ കുട്ടിയല്ലേ സർ. അവനിപ്പോ എന്താ ആഗ്രഹം ഉണ്ടാവാനാ? കുട്ടികൾക്കും ആഗ്രഹമുണ്ട്. അവനൊരു ഇൻഡിവിജ്വൽ അല്ലേ. ആദി, മോൻ പറ,
മോൻ ആരാവണം ആഗ്രഹം? എനിക്ക് ഒരു സിംഗർ ആവണം, എന്നിട്ട് വലിയ വലിയ സ്റ്റേജിൽ പോയിട്ട് കുറെ അവാർഡ് കിട്ടി. He wants to be a big performer. നിങ്ങൾ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? വെരി ഗുഡ്. ഡോക്ടർ, ഇവൻ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നു. ചോദിച്ചാലേ അറിയൂ. സി, എല്ലാ കുട്ടികളും ഡിഫറെൻ്റ് ആണ്. അവർക്ക് അവരുടേതായ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഇഷ്ടാനിഷ്ടങ്ങളും എല്ലാം ഉണ്ട്. അത് പൂർത്തീകരിക്കാൻ, ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ അല്ലേ നമ്മൾ ശ്രമിക്കേണ്ടത്. അതിന് നിങ്ങൾ തമ്മിലൊരു ബോണ്ട് വേണം. നമ്മൾ മാതാപിതാക്കളെയും മുതിർന്നവരെയൊക്കെ ബഹുമാനിക്കണമെന്ന് പറയാറുണ്ട്. എന്നാൽ കുട്ടികളെ ബഹുമാനിക്കണമെന്ന് പറഞ്ഞു കേട്ടിട്ടില്ല. അവർക്ക് അവർ ഡിസർവ് ചെയ്യുന്ന റെസ്പെക്റ്റ് നമ്മൾ കൊടുക്കണം. അവരുടെ അഭിപ്രായങ്ങൾ നമ്മൾ മാനിക്കണം. എങ്കിലേ നമുക്ക് നല്ലൊരു പുത്തൻ തലമുറയെ വാർത്തെടുക്കാൻ പറ്റും. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായി ഡോക്ടർ. ആദിക്ക് നിങ്ങൾ കൂടുതൽ ശ്രദ്ധയും കെയറും കൊടുക്കണം. ആദിക്ക് മാത്രമല്ല, വേദുവിനും. എന്താ ആദി, അടുത്ത പ്രാവശ്യം ഈ ഡോക്ടർ ഞങ്ങളെ കാണാൻ വരുമ്പോൾ നല്ലൊരു പാട്ട് പാടിത്തരും. യു വാണ്ട് ടു ബി എ ബിഗ് പെർഫോമർ, റൈറ്റ്? യെസ്. ഗുഡ് ലക്ക്. ഗുഡ് ലക്ക്. താങ്ക് യു വെരി മച്ച്. ധൈര്യമായിരിക്കൂ, എല്ലാം ശരിയാവും.